Hi, welcome to Power Platform Diaries, episode 4. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു പവർ ബി. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പവർ പ്ലാറ്റ്ഫോമിലെ ലോഗോസ് റീസെൻ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടത്. ഫസ്റ്റ് ഈ കാണുന്ന ലോഗോ എന്ന് പറഞ്ഞാൽ പവർ ആപ്സിൻ്റെ ലോഗോ ആണ്. പഴയ ലോഗോസ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് നെക്സ്റ്റ് ഇത് പവർ ഓട്ടോമേറ്റിൻ്റെ ആണ്. പ്രീവിയസ്ലി നോൺ ആസ് ഫ്ലോ. ഇതാണ് പവർ ബി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ബിയുടെ കറണ്ട് ലോഗോ ഈ കാണുന്നതാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് പവർ വിർച്വലൈസേഴ്സ്, നമ്മുടെ ചാറ്റ് ബോട്ട്സിനൊക്കെ വേണ്ടിയുള്ള ലോഗോ ആണ്. ആൻഡ് ആദ്യം കാണുന്ന ലോഗോ പവർ പ്ലാറ്റ്ഫോം സ്റ്റാക്കിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഡൈനാമിക്സ് 365 ലോഗോ ആണ്. സോ ഇത് ഈ 4-5 ലോഗോസ് കുറച്ച് ക്രിട്ടിക്കലാണ്, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ ലെറ്റ് സ്റ്റാർട്ട് പവർ ബി. ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നതാണ് പവർ പ്ലാറ്റ്ഫോമിൻ്റെ പഴയ ലോഗോസ്. ഇത് പവർ ബി ഐയുടെ ഐക്കണാണ്. ദെൻ ഇത് പവർ ആപ്സിൻ്റെ ആണ്, പവർ ഓട്ടോമേറ്റ് ആൻഡ് പവർ വിർച്വലൈസേഷൻ. ഇത് കോമൺ ഡേറ്റ സർവീസ്, എ ബിൽഡ് ആൻഡ് ഡേറ്റ കണക്ട്സ്. സോ ഇത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പവർ ബി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഫണ്ടമെൻ്റൽ സർട്ടിഫിക്കേഷൻ എക്സാം ആയതുകൊണ്ട് മാത്രം ഇതിനകത്ത് അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. സ്റ്റാൻഡേർഡായിട്ട് അതിൻ്റെ ഹൈ ലെവൽ കൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് പവർ ബി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, ഒരു റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റ്, സെക്യൂരിറ്റി എങ്ങനെ ആണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, നമുക്ക് എങ്ങനെ ഒരു റിപ്പോർട്ട് ഷെയർ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സോ പവർ ബി എന്ന് പറയുമ്പോൾ തന്നെ പവർ ബിസിനസ് ഇൻ്റലിജൻസ് സ്യൂട്ടാണ്. അതായത് ബിസിനസ് അനാലിറ്റിക്സിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണുന്നത് ചെറിയൊരു ഡാഷ്ബോർഡാണ്. ഇതുപോലത്തെ ഡാഷ്ബോർഡ് ബിസിനസ് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഇതുപോലത്തെ വിഷ്വലി അപ്പീലിംഗ് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്പനീസിന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡേറ്റ ഫോം ചെയ്തെടുക്കുന്ന ഒരു ടൂളാണ് പവർ ബി എന്ന് പറയുന്നത്. അത് ഞാൻ വളരെ ബേസിക് ആയിട്ട് സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞാണ്. ബിസിനസ് ഇൻ്റലിജൻസ് MSBIയിലൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം. SSRS റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇവൻ എക്സലിൽ പോലും നമ്മൾ പിവറ്റ് ചാർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് പറയാൻ പറ്റും വിത്ത് ക്ലൗഡ് സർവീസ്. സോ പവർ ബി ഐക്ക് അത് ശരിക്കും ഉള്ളത് ഒരു ഓൺലൈൻ SAS സർവീസ് പറയണം. ഒരുപാട് കണക്റ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പവർ പ്ലാറ്റ്ഫോമിലും CDSിലൊക്കെ കണ്ടപോലെ തന്നെ പല ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാം. പല ബിസിനസ് സോഫ്റ്റ്വെയർസിനുള്ള ഡേറ്റ ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് റിപ്പോർട്ട്സും ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വളരെ മീനിങ് ആയിട്ടുള്ള ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സും ഡാഷ്ബോർഡ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഇപ്പോൾ കാണാം സെയിൽസ് ഫോഴ്സ് ഉണ്ട്, ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഡേറ്റ ക്യാപ്ചർ ചെയ്യാം, MS ആക്സസ് എന്നുള്ളതുണ്ട്, എക്സലിൽ നിന്നുള്ളതുണ്ട്, SQL സെർവർ എന്നുള്ളതുണ്ട്, മെയിൽ സിം ഉണ്ട്. അങ്ങനെ പല ടൂൾസും നമുക്ക് ഡേറ്റ ഇതുപോലെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനീസിലൊക്കെ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജേഴ്സൊക്കെ മെയിൻലി അവർ നോക്കുന്നത് ഇതുപോലത്തെ പവർ ബി ഐ റിപ്പോർട്ട്സാണ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനീൻ്റെ CEO ആ ഫുൾ ടൂൾസ് ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. അദ്ദേഹം നോക്കുന്നത് ഈ ഇതുപോലത്തെ വിഷ്വലി റെപ്രസെൻറ്റേഷൻ, അല്ലാതെ ഞങ്ങളുടെ സെയിൽസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, മാർക്കറ്റിംഗ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാം അറിയുന്നത് ഈ ഡാഷ്ബോർഡ്സ് നോക്കിയിട്ടാണ്. ഈ പവർ ബി ഐ ശരിക്കും 3 കോമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന് പവർ ബി ഐ ഡെസ്ക്ടോപ്പ്, നെക്സ്റ്റ് വൺ പവർ ബി ഐ സർവീസ്, അടുത്തത് പവർ ബി ഐ മൊബൈൽ ആപ്പ്. പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന വിൻഡോസ് iOS ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൂളാണ്. അതിനകത്ത് നമുക്ക് റിപ്പോർട്ട്സ് ഡിസൈൻ ചെയ്യുകയും ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പവർ ബി ഐ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും ഇതിൻ്റെ കോർ കൺസെപ്റ്റ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ ഓൺലൈൻ കണക്റ്റേഴ്സ് ആണെങ്കിലും സെക്യൂരിറ്റി മെക്കാനിസം ആണെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് സേവ് ആയി പബ്ലിഷ് ആകുന്നൊക്കെ ഓൺലൈൻ സർവീസ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സെയിൽസ് പെർഫോമൻസിൻ്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യും. ആ റിപ്പോർട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് എനിക്ക് നാളെ വേറൊരാൾക്ക് ഷെയർ ചെയ്യണം. ഒരു ഷെയറബിൾ ലിങ്ക് ആയിട്ടാണ്, റിപ്പോർട്ടിൻ്റെ ലിങ്കാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് റിപ്പോർട്ട് കാണാൻ പറ്റും. സോ അങ്ങനത്തെ ആസ്പെക്ട്സ്, ആ ലിങ്ക് ജനറേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാക്ക് എൻഡ് APIs എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് പവർ ബി ഓൺലൈൻ സർവീസാണ് സെക്കൻഡ് ഓപ്ഷൻ. പവർ ബി മൊബൈൽ ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്റ്റാൻഡേർഡായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ബിസിനസ് യൂസറിന് അല്ലെങ്കിൽ ഒരു CEO മാനേജർക്ക് അവർക്ക് ആ റിപ്പോർട്ട് കാണാനുള്ള ജസ്റ്റ് റിപ്പോർട്ട് കാണാൻ വേണ്ടി മാത്രമുള്ള ടൂളാണ് പവർ ബി ഐ മൊബൈൽ ആപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ കാണുന്നത് തന്നെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിന് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ നിന്ന് അത് ക്ലൗഡിലോട്ട് പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ മൊബൈൽ ആപ്പിൽ ആ റിപ്പോർട്ട് ഡാഷ്ബോർഡ് വരുന്നു കാണും. സോ ദിസ് ഈസ് ദ ഓവറോൾ ഫ്ലോ ഓഫ് ദി പ്രോസസ്. പവർ ബി ഐ സർവീസാണ് അതിൻ്റെ സ്ക്രീൻസ് തന്നെ കാണുന്നത്. ദെൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ ചാർട്ട് എന്ന് പറയും. ഈ ചാർട്ട് നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡിലോട്ട് പിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ആ ഡാഷ്ബോർഡ് എനിക്ക് ഒരു കമ്പനിയിലെ 3 ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറേ ഓപ്പറേഷൻസ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചാർട്ട്, എന്താണ് വർക്ക് ഏരിയ, എന്താണ് ഒരു ഡാഷ്ബോർഡ്, എന്താണ് ഒരു റിപ്പോർട്ട്, എന്താണ് ഒരു പവർ ബി ഐ വിഷ്വലൈസേഷൻ. സോ ഇങ്ങനത്തെ ടേംസ്
കുറച്ച് ക്രിട്ടിക്കലായിട്ട് നോക്കണം, അത് ചോദിക്കാൻ ചാൻസ്. സോ നെക്സ്റ്റ് ഉള്ളത് വെച്ചാൽ പവർ ബി ഐ സെക്യൂരിറ്റിയാണ്. പവർ ബി ഐ സെക്യൂരിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ അഷ്യൂർ ക്ലൗഡിൽ തന്നെയാണ്. അഷ്യൂർ ക്ലൗഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സാധാരണയായിട്ട് അഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറി നമ്മളൊരു ഓഫീസ് 365 ആയിക്കോട്ടെ, ഡൈനാമിക്സ് 365 എവിടെയെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ഓതൻറ്റിക്കേഷനും ഓതറൈസേഷനും സെക്യൂരിറ്റി റോൾസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് അഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറിയാണ്. സോ പവർ ബി ഐയിലും സെയിം പ്ലേസ് തന്നെയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. സെയിം ലെവൽ ഓഫ് സെക്യൂരിറ്റിയും സെയിം ലെവൽ ഓഫ് പെർമിഷൻസും നമുക്ക് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ശരിക്കും പവർ ബി ഐ അഡ്മിനിസ്ട്രേറ്റർ റോളാണ്. പവർ ബി ഐ അഡ്മിനിസ്ട്രേറ്ററാണ് ഇതിൻ്റെ യൂസേജ് മോണിറ്ററിങ് കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. പവർ ബി ഐ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് O365 ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗ്ലോബൽ അഡ്മിൻ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസറിന് പവർ ബി ഐ സർവീസ് അഡ്മിനിസ്ട്രേറ്റർ റോൾ സെക്യൂരിറ്റി റോൾ അസൈൻ ആയിരിക്കും. സോ ഈ രണ്ടിൽ ഏതെങ്കിലും റോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂസേജ് മോണിറ്റർ ചെയ്യാൻ പറ്റും, പുതിയ ലൈസൻസ് വേറെ ആൾക്കാർക്ക് അസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ആർക്കൊക്കെ റിപ്പോർട്ട് ഷെയർ ചെയ്യണം, ബാക്കിയുള്ളവരുടെ പെർമിഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പവർ ബി ഐ അഡ്മിൻ പോർട്ടലിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് all about the പവർ ബി ഐ ഓവർവ്യൂ. ഇതിനകത്ത് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. പവർ ബി ഐക്കകത്ത് ബാക്കി കുറച്ച് സെക്യൂരിറ്റി റോൾസ് ഉണ്ട്, അനലിസ്റ്റ് ഉണ്ട്, പിന്നെ പവർ ബി ഐ ഡെവലപ്പർ ഉണ്ട്, പവർ ബി ഐ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. സോ അവർക്ക് കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പവർ ബി ഐ പറ്റി ഈ PL-900 എക്സാമിന് വേണ്ടി ചോദിക്കാൻ ചാൻസ്. സോ ഇത് വെച്ച് നിങ്ങൾ docs.microsoft അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ലേണിലെ ഡോക്യുമെൻറ്റ് വായിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പറയുന്നത്, പക്ഷേ അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, വിച്ച് വിൽ ഹെൽപ്പ് യു ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ സൈറ്റിൽ നിന്ന് വായിച്ച് പഠിക്കാവുന്നതാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്ക് സ്പേസ് എന്താണ്, നിങ്ങളുടെ ഡാഷ്ബോർഡ് എന്താണ്, പിന്നെ എന്താണ് ഇത് വിഷ്വലൈസേഷൻ, എങ്ങനെ റിപ്പോർട്ട് ഷെയർ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ റിപ്പോർട്ട് കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ പവർ ബി ഐ അഡ്മിനിസ്ട്രേറ്റർ റോളിൽ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ ഇത് വെച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.